മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ 5-ാമത്തെ ദിവസത്തിൽ നമ്മളായിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ദൂതൻ്റെ അരുളപ്പാട് ജോസഫിന് ലഭിക്കുകയാണ്. താൻ ഭാര്യയായി സ്വീകരിക്കാനിരിക്കുന്നവൾ ഗർഭിണിയാണ്, അത് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയാകുന്നത് എന്ന്. ഒരു തെളിവും ഇതിനായിട്ട് അവൻ്റെ മുമ്പിൽ വയ്ക്കുന്നില്ല. തെളിവില്ലെങ്കിലും അവൻ വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാക്കിൽ, ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ജോസഫിനെ നമ്മളിവിടെ കാണുകയാണ്. അവിടെ ജോസഫ് ഒരു വാക്കുപോലും ഉരിയാടിയില്ല, അവൻ പ്രവർത്തിക്കുകയാണ്. ദൈവം എന്തു പറഞ്ഞോ അവിടെ ഒന്നും പറയാനായിട്ട് ജോസഫ് പോകുന്നില്ല, ജോസഫ് പ്രവർത്തിക്കുകയാണ്. വാക്കല്ല, പ്രവൃത്തിയാണ് നമുക്കാവശ്യം. ഈശോയുടെ പിറവി നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ കുറേ വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ പ്രവൃത്തികളുണ്ടാവണം. ദൈവം നോക്കും നമ്മുടെ പ്രവൃത്തികളിലേക്കാണ്. വാക്ക് പറയാൻ ആർക്കും സാധിക്കും, പക്ഷെ പ്രവർത്തിക്കാൻ അത്ര എളുപ്പമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പ്രവർത്തിക്കുക. അതാണ് ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ വഴിയെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇന്നേ ദിവസം വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് സ്ഥാനം കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധിയുടെ പ്രവൃത്തി, നന്മയുടെ പ്രവൃത്തി, സത്യത്തിൻ്റെ പ്രവൃത്തി, സ്നേഹത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ നിന്നുണ്ടാകട്ടെ. ദൈവം നിന്നിൽ പിറക്കും, നിൻ്റെ കുടുംബത്തിൽ പിറക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധന, 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 ആരാധന. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചികാരൂപിയുള്ള പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.